പ്രേക്ഷകരുടെ വിജയം എന്ന അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു വിജയം. ബിഗ് ബോസ് എന്നൊരു ഷോയില് അതിന്റെ വിധിയില് പ്രേക്ഷകർ അല്ലെങ്കിൽ അതിന്റെ ഒരു മാസ് വ്യൂവർഷിപ്പ് ഉണ്ടല്ലോ, അത് എന്തുമാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെസോണേറ്റ് ചെയ്യുന്നുണ്ട് എന്നത് ഈ ഒരു ഒറ്റ വിജയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഫസ്റ്റ് ഡേ ആ ഒരു ബ്ലൂ കളർ ഷർട്ടും പാന്റും ഒക്കെ ഇട്ട് ജിൻഡോ ഹൗസിലേക്ക് കയറിയപ്പോ നിങ്ങൾ ആരെയും പ്രതീക്ഷിച്ചോ? നിങ്ങൾ സത്യം പറയണം കേട്ടോ, നിങ്ങൾ ആരെയും പ്രതീക്ഷിച്ചോ ഈ സീസണിന്റെ കപ്പ് ജിൻഡോ അടിക്കുമെന്ന്? അല്ല, അങ്ങനെ ജിൻഡോയെ കൊണ്ട് അത് അടിക്കാൻ പ്രേക്ഷകർ പ്രാപ്തനാക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അതാണ് നമ്മൾ മലയാളികൾ. നമുക്ക് നിറവോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നും അല്ല. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ചില സാധനങ്ങളുണ്ട്. ഇതുപോലൊരു എന്റർടൈൻമെന്റ് ഷോയ്ക്കകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആണോ? കപ്പടിച്ചു, അത്രേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് എനിക്ക് ആദ്യം പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു വലിയ ശതമാനം പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു ജിൻഡോ ജയിക്കണമെന്ന്, ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചിരുന്നു. ജിൻഡോ ജയിക്കണമെന്ന് അവര് പ്രാർത്ഥിച്ചിരുന്നു. എന്നോട് പേഴ്സണലി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേർച്ച നേർന്നു, ആറ്റുകാൽ അമ്മയ്ക്ക് ഞാൻ നേർച്ച നേർന്നു, പുണ്യാളച്ചന് ഞാൻ നേർച്ച നേർന്നു, ജിൻഡോ ജയിക്കുമോ ചേട്ടാ? എന്നോട് എത്ര പേരാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയോ? ആ വീട്ടമ്മമാരുടെയും പിന്നെ ആ കുടുംബങ്ങളുടെയും ഒക്കെ ആ ഒരു സ്നേഹത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തില് ജിൻഡോ ജയിച്ചത്. തിരിച്ച് ഗ്രാൻഡ് ഫിനാലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ജിൻഡോ ആ ഒരു വേദിയിൽ പുള്ളിയുടെ അമ്മയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ആ ഒരു അമ്മച്ചി ഈ സീസണിൽ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ ഒരു വിന്നിങ് മൊമെന്റിൽ ജിൻഡോ എന്ത് പറയുന്നു കേൾക്കാൻ എനിക്കൊരു ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു, ജിൻഡോ അത് കോളാക്കുവോ? നന്നായിട്ട് പുള്ളി തന്നെ അത് ഡീൽ ചെയ്ത് കേട്ടോ. സംസാരം അല്ലെങ്കിൽ വാക്ചാതുര്യം ഇതൊന്നും അല്ല ബിഗ് ബോസിനകത്ത് വേണ്ടത്. പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ട ഒരു മാജിക് ഉണ്ട്. ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരു ദൈവത്തിന്റെ ഒരു കൈത്താങ്ക് അത് ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു. പുള്ളി ഒരുപാട് പേരെ കൈപിടിച്ച് കയറ്റിയ ഒരു മനുഷ്യനാണെന്ന് പുള്ളി ഒരുപാട് തവണ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിയെ കൈപിടിച്ച് കയറ്റാൻ നമ്മൾ പ്രേക്ഷകരുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മാജിക് കാരണമാണ് ഈ സീസണിന്റെ വിജയശ്രീലാളിതനായിട്ട് പുള്ളി നിൽക്കുന്നത്. സോ ഹാപ്പി ഫോർ ഹിം. കൺഗ്രാറ്റ്സ് ജിൻഡോ ചായ, നിങ്ങൾ പൊളിയാണ്. കല്ലും മുള്ളും വിഷപ്പാമ്പുകളും ആനക്കോണ്ടയും ശകുനികളും ഒക്കെ നിറഞ്ഞൊരു പാതയായിരുന്നു നിങ്ങളുടേത്. അവരോടൊക്കെ പൊരുതി അതിജീവിച്ച് തന്നെയാണ് നിങ്ങൾ ഈ സീസൺ ജയിച്ചത്. പിന്നെ എന്താണ്, കോൺഫിഡന്റ് ഗ്രൂപ്പ് റോയ് CJ, പിന്നെ ബിസിനസ് ഹെഡ് കൃഷ്ണകുമാർ, പിന്നെ സ്പോൺസേഴ്സ് എല്ലാവരെയും സാക്ഷിയാക്കിയാണ് ജിൻഡോ ഈ ഒരു വിജയകിരീടം തൂക്കിയിരിക്കണത്. പിന്നെ വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലായി, സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ ഈ വീഡിയോയിൽ തന്നെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്.